ബാ ഗൈസ് ഔട്ടിങ്ങിന്റെ ബാക്കി കാണിച്ചു തരാം. അങ്ങനെ അവൾക്ക് അവിടെ ഒരു സീറ്റും എനിക്ക് ഇവിടെ ഒരു സീറ്റും കിട്ടി. വിഷമമുണ്ട് ചെറുതായിട്ട്. ഇവളെന്തെങ്കിലും ഇരിക്കണേ മരിച്ചോടത്തേക്ക് പോണ പോലെ. നമ്മൾ ഫുഡ് കഴിക്കാനല്ലേ പോണേ, ഔട്ടിങ്ങിനല്ലേ വന്നേക്കണേ, ഇവളെന്തെങ്കിലും ഇരിക്കണേ. എന്താ കുഴപ്പമുണ്ട്? കുഴപ്പമില്ല. അങ്ങനെ അഞ്ചാങ്കല്ലെത്തി. അഞ്ചാങ്കല്ലെത്തി. അവിടെ ഈറ്റ് മോർ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലോട്ടാണ് വന്നേക്കുന്നത്. ആംബിയൻസ് ഒക്കെ കൊള്ളാന്ന് തോന്നുന്നു ലുക്ക് കണ്ടിട്ട്. എന്റെ വഴികാട്ടി ആദ്യം പോയി. കൊള്ളാല്ലേ, രസമുണ്ട്. അങ്ങനെ മുകളിലത്തെ നിലയിലോട്ട് പോയി ഞങ്ങള്. അത് ഞങ്ങളെ കണ്ടിട്ട് ഒരുത്തൻ പേടിച്ചോടിയതാണോ? ഞങ്ങളെ കണ്ട പേടിയൊക്കെ തോന്നും. എന്തിലാവട്ടെ. അങ്ങനെ മുകളിൽ കയറിയപ്പോ ദേ വരുന്നൊരു സുന്ദരിയായ ചേച്ചി. കൊള്ളാം. അങ്ങനെ അവിടെ പോയി മുകളിലെത്തി. ഒരു മൂലയ്ക്ക് പോയിട്ടാണ് ഇരിക്കുന്നത്. വന്നപ്പോണ്ട് ഇവിടെ എല്ലാരും നല്ല ഫുഡിങ്. അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളാം, നല്ല ഫുഡായിരിക്കും. ഇവിടും പിന്നെ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടാണ് കൊടുന്നേക്കുന്നത്. അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറെ നേരത്തെ നിരീക്ഷണത്തിന് ശേഷം ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് വയറ്റിൽ സ്ഥലമില്ല, അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് ഷേക്ക് മതി. ഞാനാണെങ്കിൽ ഒരു ക്വാർട്ടർ മന്തി പറഞ്ഞു. ഇവൾ വീണ്ടും നോക്കിയിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഫുഡൊക്കെ വന്നു. എന്നാലും ഇവിടെ ആംബിയൻസ് നല്ല രസമുണ്ടല്ലേ. അവള് പറഞ്ഞത് വേറൊന്നുമല്ല, ഇതെങ്ങാനും എന്റെ വൃത്തികെട്ട യൂട്യൂബ് ചാനലിൽ അപ്പുറത്ത് അപ്ലോഡ് ചെയ്താലുണ്ടല്ലോ എന്ന്. അപ്പൊ എന്തായാലും ഇടണല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ പ്ലേറ്റ് വന്നു, ഫുഡ് വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഫുഡും വന്നു. കാണാൻ കൊള്ളാം. കണ്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട്. കഴിച്ചു നോക്കണം കേട്ടോ ഇനി. അങ്ങനെ മറ്റാള്, എന്റെ ക്യാമറാമാൻ ചൊവ്വില്ല ഗൈസ്. എന്റെ ക്യാമറാമാൻ നിശ്ചൽ ആകെ കൊളാക്കി. എടുത്തൊന്നും ശരിയായിട്ടില്ല. ചെറുതായിട്ട്, അവള് കേക്കണ്ട. എന്നാലും പോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ആദ്യം ഞാൻ നമ്മുടെ ആള് കുറച്ച് റൈസ് കൂടുതലുണ്ട്, എല്ലാം മൊത്തത്തിൽ കൂടുതലുണ്ട്. ക്വാർട്ടറാണ് ഓർഡർ ചെയ്തെങ്കിലും കൂടുതലുണ്ട്. അപ്പൊ നമ്മുടെ ആള് നൈസിന് കഴിക്കാമെന്ന് എനിക്ക് വിളമ്പിയൊക്കെ തന്നു. ഞാൻ അവൾക്കും കൊടുത്തു. എനിക്ക് ചിക്കനുമ്മ ഗുസ്തി പിടിച്ചിട്ട് എത്ര നോക്കിയിട്ടും അത് കട്ട് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് എൻ്റെ ശക്തിമാന്റെ സഹായം ഞാൻ തേടി. അവൾ എനിക്ക് മുറിച്ചൊക്കെ തന്നു, കട്ട് ചെയ്ത് തന്നു. അതിനിടയ്ക്ക് നമ്മുടെ ചോക്ലേറ്റ് ഷെയ്ക്ക് വന്നു. അതിനിടയ്ക്ക് അവൾക്കൊരു കോളും വന്നു. അപ്പൊ ആ കോളും നോക്കിയിരിക്കുകയാണ് അവള്. പിന്നെ അവൾ എന്നെ ഗുസ്തി പിടിച്ച് സെറ്റാക്കി മുറിച്ച് തന്ന്. നേരത്തെ പറഞ്ഞില്ലേ. അവള് വലിയ പീസൊക്കെ ഇട്ട് തരുന്നുണ്ട്. സ്നേഹമൊന്നല്ല, വെറുതെ വീഡിയോ എടുക്കണ കാരണം വെറും ഷോ. അതിന് ഞാൻ കുറച്ച് ചിക്കനൊക്കെ എടുത്തു, കുറച്ച് റൈസൊക്കെ എടുത്തു തിന്നാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് മൈനസ് ഇട്ടില്ലാന്ന് ഓർത്തു. അപ്പൊ അതും ഇട്ടു. എന്നിട്ട് അതും കൂട്ടി എങ്ങനെയുണ്ട് നോക്കി. ടേസ്റ്റ് മൊത്തത്തിൽ കൊള്ളാം, നല്ല രസമുണ്ട്. അൽഫാം മന്തി ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പൊ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. സൂപ്പർ. പുറത്ത് ഇങ്ങനെയാണ് കേട്ടോ. പുറത്ത് ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണാം. നമുക്ക് വായ നോക്കിയിട്ടൊക്കെ ഇരിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും ആർക്കായാലും വന്ന് പോകാനും കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. അങ്ങനെ പരിപാടി കഴിഞ്ഞു, ഖതം. മറ്റാള് ഇപ്പോഴും മയണീസ് കോരിയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ കുറച്ചുകൂടെ വീഡിയോ എടുത്തു. എൻ്റെ ക്യാമറാമാൻ ശരിയല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ ക്യാമറാമാൻ ശരിയല്ല ഗൈസ്, സോറി ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ശരിയാക്കാട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മിറർ കണ്ടു. അപ്പൊ പട്ടീഷ കുറച്ച് അവിടെ ഇട്ട് കാണിച്ചു. എന്നിട്ട് നേരെ സന്തോ സാപ്പിട്ടോ സത്തമില്ലാതെ പോയിട്ട് ഇറക്കണം. അപ്പൊ ടാറ്റാ.